കുംഭസ്ഥാനത്തിനുള്ള ഒരുക്കം എന്നുള്ളതാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിനു മുമ്പ് കുംഭസ്ഥാനിച്ചിട്ടുള്ളവര് ഒന്ന് കൈമുക്കാട്ടെ. എല്ലാവരും കുംഭസ്ഥാനിച്ചിട്ടുള്ളവരാണ്, അല്ലാത്തവർ കുറച്ച് പേരുണ്ട്. ഓക്കെ, കൈ താത്തിച്ചാൽ. പ്രത്യേകിച്ച് ചില ഓർത്തഡോക്സ് സഭകളില് ഈ ആദ്യ കുംഭസാരം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, സന്ദർഭമാണ്. ആദ്യ കുംഭസാരം കത്തോലിക്ക സഭയില് ആദ്യ കുർബാന അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ ആദ്യ കുർബാന കേട്ടിട്ടുണ്ടോ? ആദ്യ കുർബാന അനുഭവിക്കാൻ പോകുന്നത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് തലയിൽ നല്ലതൊക്കെ വെച്ച് പോകുന്ന കാഴ്ച ആദ്യ കുർബാന അനുഭവിക്കുന്നു. ഇതുപോലെ ഓർത്തഡോക്സ് സഭയില് ഈ ആദ്യ കുംഭസാരം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. നമ്മുടെ കേരളത്തില് മലങ്കര സഭയില് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും അത് അനുഷ്ഠിക്കുകയോ അതിന്റെ പ്രാധാന്യം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് ഞാൻ ആദ്യമേ പറയാം. മാമോദീസായുടെ സമയത്ത് നിങ്ങൾക്ക് അന്ന് എന്തോ പ്രായമുണ്ട്? നിങ്ങളുടെ മാമോദീസായുടെ സമയത്ത് എന്തോ പ്രായമുണ്ട്? 40 ദിവസം അല്ലെങ്കിൽ 2 മാസം, ഇതിൽ കൂടുതലൊന്നും പ്രായമില്ലല്ലോ. അറിയാമോ മാമോദീസ മുഖ്യത് ആരാണെന്ന്? അറിയാം. തലത്തൊട്ട അപ്പൻ അല്ലെങ്കിൽ തലത്തൊട്ട അമ്മ ആരാണെന്ന് അറിയാമോ? എല്ലാവർക്കും. അറിയാത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എല്ലാവർക്കും അറിയാം. അന്ന് ആ തലത്തൊട്ട അപ്പൻ അല്ലെങ്കിൽ തലത്തൊട്ട അമ്മ നമ്മുടെ സഭയില് ഒരാൾ മാത്രം മതി. പുരുഷനാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിൽ ഒരു തലത്തൊട്ട് ഒരാൾ അപ്പൻ, പെൺകുഞ്ഞാണെങ്കിൽ തലത്തൊള്ള ഒരു അമ്മ, ഒരു സ്ത്രീ. എന്നാൽ ആംഗ്ലിക്കൻ സഭയിലെ മറ്റു ചില സഭകളില് ഒരാൾ പോരാ, 2 പേര് വേണം. ഒരു പുരുഷനും വേണം, ഒരു സ്ത്രീയും വേണം. ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ, 2 പേരും അവർക്ക് വേണം. നമുക്ക് ഒരാൾ മതി. ആൺകുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയും? ആള് ഗോഡ് ഫാദർ ഉള്ളത് വേണം. പെൺകുട്ടിയാണെങ്കിൽ ഗോഡ് മദർ മതി. നമുക്ക് ഒരാൾ മതി. അതുകൊണ്ട് അത് പലർക്കും ഈ ഗോഡ് ഫാദർ ഗോഡ് മദർ ആരാണെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. അത് ആരെങ്കിലും ആയിരിക്കും. പലപ്പോഴും വല്യപ്പനും വല്യമ്മയും ആയിരിക്കും ആദ്യത്തെ മൂത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ തലത്തൊടുന്ന ആൾ. അപ്പന്റെ അപ്പൻ ആൺകുഞ്ഞാണെങ്കിൽ, പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ അപ്പന്റെ അമ്മ, രണ്ടാമത്തെ കുഞ്ഞാണെങ്കിൽ അമ്മയുടെ, ആൺകുഞ്ഞാണെങ്കിൽ അപ്പൻ, പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ അമ്മ. അപ്പൊ 2 പേര് കഴിഞ്ഞ് മൂന്നാമത്തേതാണെങ്കിലോ, മൂന്നാമത്തെ കുഞ്ഞെ തലത്തൊടുന്ന ആരായിരിക്കും? അപ്പന്റെ ചേട്ടൻ. അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും ആയിട്ട്. ഈ തലത്തൊടുന്ന ആൾ വല്യപ്പനോ വല്യമ്മയോ ആകണമെന്നൊന്നും ഒരു നിയമവും ഇല്ല. പിന്നെ എന്താ അവരെ ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, തലത്തൊടുന്നയാൾ സഭയുടെ സത്യവിശ്വാസം അറിയാവുന്ന ആളും പാലിക്കുന്ന ആളും സഭയുടെ പ്രതിനിധിയും ആയിരിക്കണം. ഇതാണ് ഈ തലത്തൊടുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ. എന്താ ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ വിശ്വാസം അറിയാവുന്ന ആള്, അറിഞ്ഞാൽ മാത്രം പോലെ, പിന്നെ പാലിക്കുന്ന ആളായിരിക്കണം, ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളായിരിക്കണം, ഈ സഭയുടെ അംഗമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളിനെ മാത്രമേ തലത്തൊടുവാൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ. അത് വല്യമ്മയോ വല്യമ്മയോ ആകണമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു നിയമവും ഇല്ല. പിന്നെ എന്താ വല്യപ്പനും വല്യമ്മയും ആകുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഈ കുഞ്ഞിനെ ഈ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ ഏറ്റവും അനുയോജ്യനായിരിക്കുന്ന ആരാ? വല്യപ്പനും വല്യമ്മ. എപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയും പാട്ട് പഠിപ്പിക്കുകയും കുരിശ് വരപ്പിക്കാൻ പഠിപ്പിക്കുകയും മടിയിലിരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അവരാണ് ഏറ്റവും അനുയോജ്യരായ ആള്. അത് പണ്ടത്തെ കാലത്ത്. ഇപ്പോഴോ ഇപ്പൊ വല്യപ്പനും വല്യമ്മ കാണുന്നു, അവരൊക്കെ പോയി നിങ്ങൾ വേറെയും കുഞ്ഞുങ്ങൾ വേറെയും
വല്യപ്പനുമായിട്ട് ഇപ്പം ബന്ധമൊന്നുമില്ല. കാണുമ്പോൾ ഹലോ ഗ്രാൻഡ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അല്ലാതെ വല്യപ്പനും വല്യമ്മയുമായിട്ട് ഇപ്പം വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴും ആ വിധത്തിൽ തലത്തൊടുന്ന ആണ്ട് ഏൽപ്പിക്കുന്നതിന് ഒരർത്ഥവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തലത്തൊടുന്നയാൾ നിങ്ങൾക്ക് വേണ്ടി ചില ഉടമ്പടി വാഗ്ദാനം ദൈവവും പാകെ ചെയ്തു. എന്താണെന്നറിയാമോ? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മെശിഹായെ ഞാൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. ഇത് ഞാൻ എന്നാ അത് മുമ്പ് പേരൂടെ പറയും. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഇന്നാലാകുന്ന ഞാൻ മെശിഹാതമ്പുരാനെ നിന്നിലും നിന്റെ പിതാക്കന്മാരിലും ഉപദേശത്തിലും ചേർന്ന് വിശ്വസിക്കുന്നു. പിന്നെ മാമോദീസ മുങ്ങുന്ന പിന്നെ തോമസ് ആകുന്ന ഞാനെന്നാ പറയുന്നത്. അല്ല, തോമസ് ആകുന്ന ഈ കുഞ്ഞെന്നല്ല, തോമസ് ആകുന്ന ഞാൻ. അപ്പൊ ആ കുഞ്ഞിനു വേണ്ടി ആണ് ആര് ഈ ഏറ്റുപറച്ചിൽ നടത്തുന്നത്? തലത്തൊടുന്ന അപ്പൻ ഏറ്റു പറയുന്നത്. അവ രണ്ടു കാര്യം അവിടെ ചെയ്തത്. തലത്തൊട്ട അപ്പൻ എന്തോ ചെയ്തു? സാത്താനെ ഉപേക്ഷിച്ചു എന്ന്, മിശിഹായിൽ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലും. വിശ്വാസ പ്രമാണം ആരാ ഏറ്റു ചൊല്ലേണ്ടത്? എല്ലാരും കൂടിയാണോ? അല്ല, എല്ലാരും കൂടി ചൊല്ലുന്നതേ ഉള്ളൂ. എല്ലാരും കൂടി അല്ല ചൊല്ലേണ്ടത്. വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടത് ആരാ? തലത്തൊടുന്ന ആൾ. പക്ഷെ തലത്തൊടുന്ന ആളുടെ പലപ്പോഴും വിശ്വാസം ചൊല്ലാൻ, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റുകയായി പോകും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരാൾ താങ്ങി കൊടുക്കാൻ വേണ്ടി മറ്റൊരു കൂടെ ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ആ വിശ്വാസ പ്രമാണം ആ മറ്റാരും ചൊല്ലേണ്ടതല്ല. പിന്നെ ആ മാമോദിസ ഏൽക്കുന്ന ആൾ ആദ്യമായിട്ട് വിശ്വാസമെല്ലാം പഠിച്ച് മാമോദിസ ഏൽക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു എന്നുള്ള തത്വത്തിലാണ് അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. അപ്പോൾ മാമോദീസായുടെ സമയത്ത് ചെയ്ത കാര്യം നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല, അറിയത്തുമില്ല. എന്നാൽ ഇപ്പൊ പ്രായമായി ഇല്ലേ? 10 വയസ്സൊക്കെ ആയി, 8 വയസ്സ്, 10 വയസ്സ്, 13 വയസ്സൊക്കെ ആയില്ലേ? ഇപ്പൊ നമുക്ക് ചിന്തിക്കാം, നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ നമുക്ക് പറയാം സ്വയമായിട്ട്. എന്തോ പറയാം? മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു, മിശിഹാ എന്റെ രക്ഷിതാവാണ്, ഞാൻ പാപത്തെ വിട്ടിരിക്കുന്നു, ഞാൻ സാത്താനെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ മിശിഹായെ വിശ്വസിച്ചിരിക്കുന്നു, മിശിഹാ എന്റെ രക്ഷിതാവാണ് എന്ന് വിശ്വസിക്കുവാനുള്ള കഴിവ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ, പാരമ്പര്യത്തിൽ ആദ്യ മാമോദീസ അല്ല ആദ്യ കുമ്പസാരം നടത്തുന്ന സമയത്ത് ഈ വിശ്വാസം അന്ന് നമുക്ക് വേണ്ടി ആരോ ഏറ്റുപറഞ്ഞു. ഇപ്പൊ നമുക്ക് സ്വയമായിട്ട് അത് ഏറ്റുപറയുവാനുള്ള പ്രാപ്തി, തിരിച്ചറിവ്, വിവേകം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ആദ്യ കുമ്പസാരം നടത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഈ കാര്യം നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ ഏറ്റുപറയുന്നത്. എന്തോ ഏറ്റുപറയുന്നത്? മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു, മിശിഹായ എന്റെ രക്ഷിതാവാണ്, അവനെന്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, എന്റെ രക്ഷകനാണ് എന്നുള്ളൊരു ബോധ്യം സ്വയമായിട്ട് നമുക്ക് ഉണ്ടാകണം. അത് ആരോ ആൾക്കാർക്ക് വേണ്ടി ചെയ്തതല്ല, നമുക്ക് വേണ്ടി ചെയ്തതാ. അത് നമുക്കൊരു ബോധ്യം വരണം. ആ ബോധ്യം വരാൻ ഇപ്പൊ നിങ്ങൾക്കൊക്കെ പ്രായം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് കൺഫെഷൻ, ആദ്യ കുമ്പസാരം ഇങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇതാരും പലരും പഠിപ്പിക്കാറില്ല, ഇത് പലരും ഓർക്കാറില്ല. എങ്കിലും ഞാനിതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യ കുമ്പസാരത്തിന്റെ പ്രാധാന്യം. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആദ്യ കുമ്പസാരമൊക്കെ കഴിഞ്ഞവരാണ്. അതുകൊണ്ട് എങ്കിലും ഈ ഒരു ബോധ്യം നമുക്ക് വേണം. എന്താ ബോധ്യം? കർത്താവ് എന്റെ രക്ഷിതാവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ. He has redeemed me from sin. പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു, അവന്റെ രക്ഷകനാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. പോകട്ടെ, ഇനി നമുക്ക് കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ കാര്യത്തെ പറ്റിയാണ്. കുമ്പസാരം എന്നുള്ള വാക്ക് ഏത് ഭാഷയാണെന്ന് അറിയാമോ?
അല്ല അല്ല, പോർച്ചുഗീസ് വാക്കാണ്. ഇവിടെ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവരുടെ ഒരു ഭാഷയാണ്, കത്തോലിക്കലിൽ നിന്ന് കിട്ടിയതാണ് കുമ്പസാരം. കുമ്പസാരം എന്നുള്ള വാക്ക് നമ്മുടെ സുറിയാനിയിലൊന്നുമില്ല. നമ്മുടെ സുറിയാനിയിലുള്ളത് മൗദ്യോനൂസോ, ഏറ്റുപറച്ചിൽ. ഇതാ നമ്മുടെ കുമ്പസാരത്തിലുള്ള വാക്ക്, ഏറ്റുപറച്ചിൽ എന്നുള്ള മൗദ്യോനൂസോ എന്ന് പറയും. കുമ്പസാരം എന്നുള്ള വാക്ക് പോട്ടെ. നമ്മളിപ്പോഴും ആരോട് പറഞ്ഞാലും മൗദ്യോനൂസോ എന്ന് പറഞ്ഞാലും വായിക്കാതെ നമുക്കൊന്നും മനസ്സിലാവില്ല. നേരെ ഒരു കുമ്പസാരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. നമുക്ക് ആ വാക്ക് തന്നെ എടുക്കാം. കുമ്പസാരത്തിന് ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? നാം പാപം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. കുറ്റബോധം നമ്മളെ അലട്ടുന്നു. നമുക്ക് സ്വസ്ഥതയില്ല. ഞാനൊരു ഉദാഹരണം ഒരാളുടെ കാര്യത്തിൽ നിന്ന് എടുത്തു പറയാം. ദാവീദ്. ആരായിരുന്നു ദാവീദ്? ഇസ്രായേലിന്റെ രാജാവ്, സുമധുര ഗായകൻ, ധാരാളം പാട്ട് എഴുതിയിട്ടുള്ളയാൾ, വലിയ ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവൻ. ദാവീദിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, നോട്ട് ചെയ്യുക. ദാവീദിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യം, ദൈവത്തിന്റെ ഹൃദയത്തിന് ഒത്തവൻ. എഴുതിയോ? ദാവീദിനെ പറ്റിയുള്ള ഒരു സാക്ഷ്യമാണ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒത്തവൻ എന്ന് സാക്ഷ്യം ലഭിച്ച ദാവീദ് പാപം ചെയ്തു. വലിയ പാപമാ ചെയ്തത്. മിരിയാമിന്റെ ഭാര്യയെ മോഹിച്ചു, എന്നിട്ട് പരസംഗം ചെയ്തു. അത് കഴിഞ്ഞ് തനിക്ക് കുറ്റബോധമുണ്ടായി. ആരോടും മിണ്ടിയില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരുന്നു. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കുമുള്ള ഒരു ചിന്ത എന്താണെന്നറിയാം, ഇതൊരു കാണുന്നോ കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ ദാവീദ് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ താനിങ്ങനെ സ്വസ്ഥമായി കഴിഞ്ഞു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ യാതൊരു സ്വസ്ഥതയുമില്ല. തനിക്ക് ആകെപ്പാടെ അസ്വസ്ഥത. 32 സങ്കീർത്തനം എന്ന് എടുക്കാമോ? എളുപ്പം എടുത്തു. ഇതൊന്നും ഇവിടെ ഒന്ന് സ്റ്റാൻഡേർഡ് എളുപ്പമുണ്ടായിരിക്കും. എടുത്തോ? അപ്പോഴ് മൂന്നാമത്തെ വാക്ക് വായിക്കാമോ? ഒരാൾ വായിച്ചു കൊണ്ടുപോയി. മിണ്ടാതിരുന്നപ്പോൾ എന്തുവാ മിണ്ടാതിരുന്നത്? താൻ ചെയ്ത പാപം ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ഇരുന്നപ്പോൾ എന്തോ ഉണ്ടായി? എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് മുമ്പ് പറയുന്നുണ്ട്, തന്റെ വേദനയെ പറ്റി പറയുമ്പോൾ 4ാമത്തെ വാക്യം, രാവും പകലും എന്റെ കൈ എന്നാണോ? നിന്റെ കൈ ഭാരമായിരുന്നു. പിന്നെ എന്നെ പോലെ എന്നൊക്കെയാണ്. നിർത്തിയൊന്നുമില്ല പോലെ വേദപുസ്തകം വായിക്കുന്നത് നിർത്തി അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോഴേക്കും നന്നായി ചെയ്തു. പക്ഷെ നിർത്തി വായിക്കുന്നത് മാത്രം. അപ്പൊ എന്ത് വൈപ്പുള്ളിക്ക് വെച്ച കുഴപ്പം? ദാവീദിന് വെച്ച കുഴപ്പം എന്താ? പക്ഷെ ഇപ്പൊ വായിച്ചു കേട്ടത് എന്തോ വെച്ച കുഴപ്പം? ഇവിടുത്തെ ചെറുപ്പം അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഒന്ന്, പിന്നെ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ മജ്ജ. മജ്ജ എന്ന് പറയുന്നത് എന്ത് വന്നറിയോ? മജ്ജ. എടാ, ഇടിച്ച നിന്റെ മജ്ജ ഇളക്കിക്കളി എന്ന് പറയത്തില്ലേ? ഈ മജ്ജ എന്ന് പറഞ്ഞാൽ എന്തുവാ? അസ്ഥിക്കകത്തുള്ള ഒരു കൊഴുപ്പ ഈ മജ്ജ. മാരോ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ഇല്ലാതാകി കഴിയുമ്പോഴേക്ക് ഭയങ്കര വേദനയാണ്. വൈകല്യാത്ത വേദന.
ഈ ബോൺ ക്യാൻസർ കേട്ടിട്ടുണ്ടല്ലോ, അത് വന്നാൽ വരുന്നൊരു വലിയ കുഴപ്പമില്ല, അപ്പൊ ഭയങ്കര വേദനയാ. അതുപോലുള്ള വേദനയാണ് ഈ പുള്ളിക്കുണ്ടായത്. എപ്പോഴാ? പാപം ചെയ്തിട്ട് ആരോടും പറയാതെ മിണ്ടാതെ ഇരുന്നപ്പോൾ തനിക്കുണ്ടായ കുഴപ്പമായത്. ഇത് നമുക്കൊക്കെയും വരുന്ന കുഴപ്പമാണ്. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട്, കുറ്റം ചെയ്തിട്ട് അതൊന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു തെറ്റ് സമ്മതിക്കുന്നതിന് മുമ്പ് ഉള്ളിൽ അടക്കി ഒതുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ കണ്ടുള്ള ഉള്ളിൽ അരി അടപ്പത്തിട്ടേച്ച് താഴെ നമ്മൾ തീയിട്ട് ഉണ്ടാകുന്ന അലകത്ത് കിടന്ന് തിളക്കില്ലേ, ഇതിന് മുകളിൽ അടപ്പിൽ അടിയോ പല ഇരുമ്പ് പിഞ്ഞാണോ വെച്ചാൽ തെറിപ്പിച്ച് കളയില്ലേ, എന്താ അകത്ത് കിടന്ന് തിളയ്ക്കുന്നു. ഇതുപോലെ ഉള്ളിൽ കിടന്നിങ്ങനെ വിഷമിപ്പിക്കുന്ന അമ്മ. അങ്ങനെ ദാവീദ് വിഷമിച്ചു, വേദനപ്പെട്ടു, മനസ്സിന് സ്വസ്ഥതയില്ല, പിന്നെ ശരീരത്തിനുള്ളിൽ വേദന. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട്, ഈ പിന്നെയും ഞാൻ എൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, മറച്ചുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. അപ്പോഴാണ് 1-ാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ലംഘനം ക്ഷമിച്ചും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ഭാഗ്യവാനായിരിക്കുന്നു എപ്പോഴാ? തന്റെ പാപം ക്ഷമിച്ചു, ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ഞാൻ നിന്നോട് തന്നെ. അപ്പോൾ പറഞ്ഞു ഒരു സങ്കീർത്തനമാണ് നമ്മൾ എന്നും ചൊല്ലുന്ന, രാവിലെ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമുണ്ട്. എത്രാം സങ്കീർത്തനമായി? 51-ാം സങ്കീർത്തനം എന്ന് നമ്മൾ ചൊല്ലുന്നത്. ഈ കുറ്റബോധം, താൻ പാപം ചെയ്തു എന്ന് തനിക്കത് കുറ്റബോധം വന്ന് ദൈവത്തിന്റെ ഭാഗം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവ അവന്റെ പാപം ക്ഷമിച്ചു. അപ്പോൾ ദാവീദിന് എന്താ ഉണ്ടായത്? ലംഘനം ക്ഷമിച്ചും പാപങ്ങൾ മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നായി തീർന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗ്യമായ ഒരു അവസ്ഥ, സന്തോഷത്തിന്റെ അനുഭവം, ആശ്വാസത്തിന്റെ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം എങ്കിൽ നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കരുത്. അങ്ങനെ മറച്ചു വെച്ചാൽ ഉണ്ടാകുന്ന അനർത്ഥം നമ്മൾ വലിയൊരു പുള്ളിയുടെ ജീവിതത്തിൽ നാം കണ്ടുപിടിച്ചത്. സാധാരണക്കാരന്റെ അല്ല, ആരുടെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്? ദാവീദിന്റെ ഒരു വിശേഷണം ഞാൻ പറഞ്ഞു. എന്താ വിശേഷണം? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒത്തവൻ എന്നുള്ള ദാവീദിന് പോലും ഉണ്ടായ അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ പലത് വരും. വാക്കുകൊണ്ടുള്ളതുണ്ട്, നാക്കുകൊണ്ടുള്ളതുണ്ട്, നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്നുണ്ട്. പല തെറ്റുകളൊക്കെ നമുക്ക് വരും. ആ തെറ്റുകളൊക്കെ ആരും കണ്ടില്ല എങ്കിൽ ചില മോഷ്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, മനുഷ്യരൊക്കെ ചില ചൂണ്ടി വെക്കുന്നത്, ഇതൊന്നും ആരും കണ്ടില്ലെങ്കിൽ. പക്ഷെ നമുക്ക് അപ്പോഴൊക്കെ ഉള്ളിലിരിക്കുന്നത് ചങ്കിട്ട് ഇടിക്കും. എന്തോ തെറ്റിപ്പോയി. മനസാക്ഷി നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും, നോവിച്ചുകൊണ്ടിരിക്കും. അത് ഏറ്റു പറയുന്നത് വരെ നമുക്കൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ന് തന്നെയുമല്ല, പ്രാർത്ഥിക്കാൻ നിന്നാലും ദൈവത്തിന് മുമ്പിൽ നമുക്ക് കൊണ്ട് അടുക്കാൻ തോന്നുകയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹം വരില്ല. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അനുതാപവും ദൈവസന്നിധിയിലുള്ള ഏറ്റുപറച്ചിലും പാപം മൂലിച്ച് കിട്ടുന്ന അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള ബന്ധം ശരിയായി നമുക്ക് ചെയ്യുവാൻ ഒക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2 കൂട്ടുകാരും നമ്മൾ വലിയ കൂട്ടുകാർ, പക്ഷേ ഒരു ദിവസം മറ്റേ ആളിന് എതിരായിട്ട് നിങ്ങൾ ഏതാണ്ട് കൊള്ളാൻ വേണ്ടി ഒപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ആളുടെ അടുക്കി ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ അങ്ങോട്ട് അടുക്കാൻ തോന്നുമോ? ഇല്ല. ഏതാണ്ട് നമുക്ക് തന്നെ ഉള്ളൊരു ബോധം, നമ്മൾ അകന്ന് നിൽക്കും. അപ്പൊ അങ്ങ് മിടുക്കലാണ്, ഇവർ മുമ്പത്തെ പോലെ ഏതാണ്ട് കൊണ്ട് കുഴപ്പമുണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ കുറ്റബോധം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റും, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. അതുകൊണ്ട് നമ്മളുടെ പാപത്തെ ഏറ്റു പറയാതെ
നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നിലനിർത്തുവാൻ സാധിക്കില്ല. അതിന് സഭ നൽകിയിരിക്കുന്ന വലിയ ഒരു മാർഗമാണ് എന്ത്? കുമ്പസാരം, കുറവുകളെ കണ്ടുപിടിക്കുക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത്. ചില വാക്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്താട്ടെ. നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുവാനുള്ള ചില വാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ 28:13 നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വായിച്ചാൽ മതി. 28:13 ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു എന്ന്. ആ വാക്യം കാണാപ്പാടും പഠിക്കണം ഇന്ന് എപ്പോഴെങ്കിലും. 28:13 എത്ര? ഏത് പുസ്തകമാണ്? 28:13. ലംഘനങ്ങളെ മറക്കുന്നവനെന്നല്ല, പിന്നെ മറയ്ക്കുന്നവൻ, ഹൈഡ് ചെയ്യുന്നവൻ, മറയ്ക്കുന്നവൻ. ചിലർ വായിക്കുമ്പോൾ ലംഘനങ്ങളെ മറക്കുന്നവൻ എന്ന് പറയും. മറക്കുന്നതല്ല, അവിടെ മറയ്ക്കുകയാണ്. ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ നമുക്ക് ക്ഷമ നൽകും. പക്ഷെ മറച്ചു വെച്ചുകൊണ്ട് ഈ സൂത്രപ്പണി ഒന്നും അവിടെ പറ്റില്ല ദൈവത്തിന്റെ മുമ്പിൽ. കാരണം എന്താ? ദൈവം എല്ലാം അറിയുന്നു, കാണുന്നു. 139 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവമേ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ അറിയാതെ ഒരു വാക്ക് പോലും എന്റെ നാവിൽ വരുന്നില്ല. അപ്പൊ ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ എല്ലാം ദൈവം എന്നെ കാണുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കിടക്കുന്നതും നടക്കുന്നതും ദൈവം കാണുക, എല്ലാം കാണുന്നു എന്നാ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എത്ര സങ്കീർത്തനത്തിലാണ് എന്ന് പറഞ്ഞല്ലോ? അത് 139 കണ്ടുപിടിക്കുന്ന ആ വാക്യത്തെ അത്. ഇനി നമുക്ക് മറ്റൊരു വാക്യം ഓർക്കുവാനായിട്ടുള്ളത് 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം. കണ്ടുപിടിക്കാവുന്നവര് ആരൊന്നും അറിയട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. വായിച്ചോ മോൻ. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം. ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്തിന്? നമ്മളെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുവാൻ. പക്ഷെ ഒരു വ്യവസ്ഥ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മോട് ക്ഷമിക്കുവാൻ. എന്തുവാ വ്യവസ്ഥ? സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ. വിശ്വസ്തനും നീതിമാനാണ്. പക്ഷെ ദൈവം നമ്മളെ ക്ഷമിക്കും. അത് എന്താ ഒരു വ്യവസ്ഥ? ആ അമ്മടിക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകലപാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ പാപം മോചിച്ച് കിട്ടുന്നതിൽ എന്താ വ്യവസ്ഥ? പാപം മോചിച്ച് കിട്ടുന്നതിൽ എന്താ വ്യവസ്ഥ? പാപങ്ങളെ ഏറ്റുപറയാം. പാപങ്ങളെ പറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തരും നീതിമാനുമാകുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പാപങ്ങളെ മറച്ചു വയ്ക്കുവാനായിട്ടല്ല, ഏറ്റു പറയുവാനായിട്ട് ആരുടെ മുമ്പിൽ എല്ലാം അറിയുന്നവനായ ദൈവത്തോട് ഹൃദയം തുറന്ന് നാം ഏറ്റു പറയുമ്പോൾ ദൈവം നമുക്ക് ക്ഷമിച്ചു തരും എന്നുള്ളത് നാം ഇവിടെ എനിക്ക് സന്തോഷം തോന്നി. നിങ്ങളുടെ വേദപുസ്തകം കൈകൊണ്ട് എടുക്കും തന്നെയല്ല, പെട്ടെന്ന് എടുത്ത് വായിക്കാൻ കഴിവുകൊണ്ട് നമ്മൾ പ്രായമുള്ളവരോട് വല്ലവരോട് പറഞ്ഞാൽ പോലും ഈ പറയുന്ന വാക്യങ്ങളൊന്നും എളുപ്പം. 1 യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തപ്പം. നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു പിടിയുണ്ട്. വളരെ സന്തോഷം. അഭിനന്ദിക്കുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. അവിടെ ഇവിടെ നമുക്ക് ഇനി എങ്ങനെയാണ്
കുമ്പസാരം നമുക്ക് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഏറ്റു പറയുന്നുവെങ്കിൽ നമുക്ക് പാപങ്ങളെ ക്ഷമിക്കും, അത് യാതൊരു സംശയവുമില്ല, നമുക്കത് ഉറപ്പാണ്. അത് നമുക്ക് പിന്നെയും ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ ഉപമയ, വളരെ തെറ്റ് ചെയ്ത, വളരെയധികം മോശമായി ചെയ്ത അപ്പനെ വിട്ട് പോയ ഒരു മകന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, മുടിയനായ പുത്രന്റെ കഥ. ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്ന് അപ്പനോട് എന്തുവാ പറഞ്ഞത്? അപ്പാ, ഞാൻ നിന്നോടും ലോകത്തോടും പാപം ചെയ്തു, എന്റെ പുത്രന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പൻ പിന്നെ ഒന്നും കാത്തു നിന്നില്ല. നീ അങ്ങനെ ചെയ്തോനല്ലയോ, നീ എന്റെ മണലെല്ലാം തൂത്തടിച്ചു, നീ കല്ല് പിടിച്ചു പെണ്ണ് പിടിച്ച് നടന്നവനല്ലേ, ഇതൊന്നും ചോദിക്കുന്നില്ല. പിന്നെ എന്തോ അപ്പൻ ചെയ്തത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനെ അങ്ങ് ആശ്ലേഷിച്ചു. അവൻ തെറ്റുകളൊക്കെ അവൻ തെറ്റുകളൊക്കെ മറന്നു, ക്ഷമിച്ചു. ഇത് അതിന് ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റുപറച്ചിൽ നടത്തുന്നതിന് ചില ഒരുക്കങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾക്ക് പാപത്തെ പറ്റി പലർക്ക് ബോധ്യമില്ല. ഞാൻ കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ആ രോഗത്തിനെ പോലെയല്ല, അല്ലെ മത്സ്യത്തിനെ പോലെയല്ല, ഞാൻ കുറെ മിടുക്കണം, എനിക്കങ്ങനെ വലിയ തെറ്റൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്നൊക്കെയുള്ള സ്വയം ചിന്തയിലാണ് നമ്മൾ പലരും നടക്കുന്നത്. നമ്മൾ തെറ്റൊന്നും നമ്മൾ സമ്മതിക്കില്ല. എടാ നീ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നല്ല പിള്ള ചമയുന്നവരാ. പക്ഷെ ദൈവത്തിനൊപ്പം നല്ല പിള്ള ചമയാൻ നോക്കുകയില്ല എന്നുമ്പോൾ നമ്മൾ കേട്ടല്ലോ, എല്ലാ ദൈവം അറിയുന്നുവെന്ന്. അതുകൊണ്ട് നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, പാപബോധം വരുത്തുവാൻ ഒക്കെ വേണ്ടും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നോട്ട് ചെയ്യുക, കുമ്പസാരത്തിലുള്ള ഒരുക്കത്തിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നോട്ട് ചെയ്തു, പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്തിനായിട്ടാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവേ, എനിക്ക് കുറ്റബോധം വരുത്തണമേ, എന്റെ പാപത്തെ വെളിപ്പെടുത്തി തരണമേ, എന്റെ കുറവുകളെ എനിക്ക് ബോധ്യമാക്കണമേ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് പാപത്തെ ബോധപ്പെടുത്തുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാമോ? 8. അവൻ പറഞ്ഞ ആരാ? അവിടെ പറയുന്ന ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തോതിനെ കുറിച്ചൊക്കെ ബോധം വരുത്തും. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ബോധ്യം വരുത്തും. അപ്പൊ നമുക്ക് പാപത്തെ കുറിച്ച് ബോധ്യം തരുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ ആരോടാ പാപബോധം വരുത്തി തരുന്നതെന്ന് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനോട്. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ആ വെളിച്ചം ഇങ്ങോട്ട് അടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പാറ്റകള് ചില മുറിക്ക് ഇരുട്ടുമുറിയില് മുട്ടയൊക്കെ ഇട്ട് ഒത്തിരി ഇങ്ങനെ കൂടിയിരിക്കും. നമ്മൾ ടോർച്ച് ലൈറ്റ് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോഴേക്ക് എന്തോ ചെയ്യും? എല്ലാം കൂടി ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ടില്ലേ പോകുന്നത്. അപ്പൊ അധികം തിരിക്കാനൊക്കെ അത് എവിടെ ഇരിക്കുള്ളൂ പാറ്റകള്? ഇരുട്ടത്താ. ഈ വെളിച്ചം അങ്ങോട്ട് ചെല്ലുമ്പോഴ് അതുങ്ങളൊക്കെ അവിടുന്ന് ഇളകും. പരിശുദ്ധാത്മാവ് ഈ ടോർച്ച് നമ്മുടെ ഉള്ളിലേക്ക് അടിക്കും. ഇവിടെയൊക്കെ അപ്പോഴാ അവിടെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് നാളായിട്ടും മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക, അതെല്ലാം കിളരാൻ തുടങ്ങും. അപ്പോഴും ആത്മാവാണ് നമുക്ക് പാപബോധം വരുത്തുന്നത്. അതുകൊണ്ട് കുമ്പസാരത്തിലുള്ള ഒരുക്കത്തിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ത്? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്നവരാണ്. അപ്പൊ ചെയ്യേണ്ടത്, നാം ദൈവസന്നിധിയിൽ കണ്ണുമടച്ചിരുന്ന് പരിശുദ്ധാത്മാവാം ദൈവമേ, പാപബോധം വരുത്തുന്ന ആത്മാവേ, എന്നിലേക്ക്
ചൊരിഞ്ഞ് എന്നിൽ ചെളിച്ച് മറഞ്ഞു കിടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായല്ലോ ആ ഒരു വ്യവസ്ഥ. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മുടെ പാപങ്ങളെന്ന് കണ്ടുപിടിക്കുവാൻ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മളൊന്ന് ശ്രമിക്കുകയും കൂടെ ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ പാപത്തെ കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കുവാൻ ഒക്കുന്നത്? അത് 2-3 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തേത് ഞാൻ പറയാം, നമുക്ക് 3 ബന്ധങ്ങളാണുള്ളത്. ആരോടൊക്കെയാണ് നമുക്ക് ബന്ധങ്ങളുള്ളത്? ഒന്നാമത്തെ ബന്ധം ദൈവത്തോട്, രണ്ടാമത്തെ ബന്ധം മറ്റുള്ളവരോട്. മറ്റുള്ളവർ നമ്മൾ ആരൊക്കെ വരും? മാതാപിതാക്കള്, കൂട്ടുകാര്, മറ്റുള്ളവര് എല്ലാവരും വരും, ഇല്ലേ? മൂന്നാമതൊരു ബന്ധം കൂടിയുണ്ട്. അത് ആരോടാ? നമ്മോട് തന്നെ ഉള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുകൂടെ നോട്ട് ചെയ്യുക. 1 ദൈവത്തോട്, 2 മറ്റുള്ളവരോട്, 3 നമ്മോട് തന്നെ. ഈ 3 ബന്ധങ്ങളെ ഒന്ന് നമുക്ക് വെച്ചും കൊണ്ട് പതുക്കെ നോക്കണം. എന്താ നോക്കേണ്ടത്? ദൈവത്തോടുള്ള എന്റെ ബന്ധം എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലത്ത്? അങ്ങനെ നോക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മടി വന്നിട്ടുണ്ട്, വേദപുസ്തകം വായിക്കാതിരുന്നിട്ടുണ്ട്, പള്ളിയിൽ പോകാതിരുന്നിട്ടുണ്ട്, കുർബാനയിൽ അലസമായിരുന്നിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും നോമ്പ് നോക്കാതിരുന്നിട്ടുണ്ട്, ദൈവത്തോടുള്ള മറുതിരിച്ച് നിന്നിട്ടുണ്ട്, ദൈവത്തെ കൊണ്ട് ആളെത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ആരോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോഴാണ്? ദൈവത്തോടുള്ള ബന്ധത്തിൽ. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത് പലതും നമ്മൾ ചെയ്തിട്ടില്ല എന്ന്, ചെയ്യേണ്ടത് പലതും നമ്മൾ ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ 2 വിധത്തിലും ദൈവത്തോടുള്ള നമ്മുടെ തെറ്റുകൾ നമുക്ക് ബോധ്യമാകും. അപ്പോഴും നമുക്ക് ഒന്ന് കടലാസിൽ കുറിച്ച് വെക്കാം. എന്റെ ലംഘനങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന വീഴ്ചകൾ കഴിഞ്ഞ കാലത്ത് വന്നു പോയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. കുമ്പസാരത്തിൽ ഏറ്റു പറയാനായിട്ട് എപ്പോഴും ആ കുറവുകളെ ഒരു കടലാസിൽ കുറിച്ച് വെക്കാമെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് നോക്കി വായിച്ചാലും മതി. പട്ടക്കാരൻ്റെ അടുക്കൽ കുത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒന്ന് വ്യക്തത വരുന്നതിനും ഒന്ന് കുറിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അവൻ 3 ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ബന്ധം ദൈവത്തോട്. ആ ബന്ധത്തിലുള്ള കുറവുകൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമമാണ് നമ്മളിപ്പം നടത്തിയത്. രണ്ടാമത്തെ ബന്ധമോ മറ്റുള്ളവരോട്. അപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരൊക്കെയാ? മാതാപിതാക്കളോടുള്ള ബന്ധം, കുടുംബത്തിലുള്ള മറ്റ് സഹോദരങ്ങളോടുള്ള ബന്ധം, ഗുരുക്കന്മാരോട്, കൂട്ടുകാരോട്, ഇങ്ങനെയുള്ള എല്ലാവരും അതിനകത്ത് വരും. അവരോടുള്ള ബന്ധത്തിലും ഒത്തിരി പിഴകൾ വന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പനും അമ്മയും പറഞ്ഞ് കേൾക്കാതിരുന്നിട്ടുള്ളത്, മറുതിരിച്ച് പറഞ്ഞിട്ടുള്ളത്, ധിക്കരിച്ചിട്ടുള്ളത്, ചിലപ്പോൾ അവരോട് നമ്മൾ കയറി പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒത്തിരി വാക്കിൽ കൂടി ഉള്ളത്. ചിലപ്പോൾ നമ്മൾ അവരെ വഞ്ചിച്ച ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ മാതാപിതാക്കളെ ഓർക്കുമ്പോഴും കൂട്ടുകാരെ പറ്റി ഓർക്കുമ്പോഴും അവിടെ വല്ല തെറ്റും വരാനുണ്ടോ? ഉണ്ടോ? കൂട്ടുകാരോട് ബന്ധത്തിൽ വല്ല തെറ്റും പറ്റാനുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു. ഉണ്ട്. എന്തൊക്കെയായിരിക്കും വരാവുന്ന തെറ്റുകൾ? കള്ളം പറഞ്ഞ് അവരെ പറ്റിക്കാൻ നോക്കും. ചിലപ്പോൾ അവരെ ചില ചൂണ്ടിയത് മാറ്റി വെച്ചിട്ടിരിക്കും. ചിലപ്പോൾ അവരെ കൊണ്ട് കുഴി കൊണ്ട് ചാടിക്കത്തൊക്കെ വേണം. ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടിരിക്കും. ചിലപ്പോൾ അവരെ പറ്റി ചിലതൊക്കെ മറ്റുള്ളവർ നീ അറിഞ്ഞോ, അല്ല അവരെ പറ്റി നീ കേട്ടില്ലേ എന്ന് പറഞ്ഞ് ആ പരദൂഷണം പറഞ്ഞെന്ന് വരും. ഇങ്ങനെയൊക്കെ ഒത്തിരി മറ്റുള്ളവരോട് നമ്മുടെ ബന്ധത്തില് ചിലപ്പോൾ പിണങ്ങിയിരിക്കും. ആ പിണക്കം വരുമ്പോഴത്തൊക്കെ പറയും പോടി, പിന്നെ എന്തൊക്കെ ആ വാക്ക് പറയുന്നേ, അയ്യോ പറയാൻ മേല. ചിലരൊക്കെ എന്തെല്ലാം വാക്ക് പറയും, പിന്നെ ഉന്തും തെള്ളു മാറ്റി പിടി, ഇങ്ങനെയുള്ള വഴക്ക്, കലഹം, ശത്രുത, വിദ്വേഷം, വൈരാഗ്യം മനസ്സിൽ ഇപ്പോഴും വെച്ചോണ്ടിരിക്കാൻ. ഞാൻ അവരെ കണ്ടാൽ മിണ്ടുകയില്ല. അത് ഉദ്ദേശം, മനസ്സിൽ വൈരാഗ്യം. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരോട് നമ്മുടെ ബന്ധത്തിൽ എന്തെല്ലാം കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അത് നോക്കുമ്പോൾ ആരൊക്കെയാണ്
ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആര് മാത്രമല്ല, നമുക്ക് പഴയ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഓർത്ത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ സെർച്ച് ലൈറ്റ് നമുക്ക് കിട്ടുമെന്ന്. ആരാ ലൈറ്റ് അടിച്ചു തരുന്നേ? പരിശുദ്ധാത്മാവ് ലൈറ്റ് അടിച്ച് ചേട്ടൻ മോളെ ഇവിടെ നിനക്ക് കുഴപ്പം പറ്റിയിട്ടില്ലേ എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോഴും അപ്പോഴും മറ്റുള്ളവരോടുള്ള ബന്ധത്തെ മുഴുവനായി നമ്മൾ കണ്ടു. അവരൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ചിലരോടൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ചെയ്യാതിരുന്നാലെന്ന് തെറ്റാണോ? ഉണ്ട്, തെറ്റാ. നമ്മുടെ ഒരാൾക്കൊരു സഹായം, പാവപ്പെട്ട ഒരാളൊന്ന് കുഞ്ഞേ നീ എന്നെ ഒരു സഹായം, നമ്മൾ കൈ മുടക്കി പിടിച്ചത് പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ല. അത് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സിൻ ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മറന്നു പോവുക, വിട്ടുപോവുക, വിസ്മരിക്കുക, ഒമിറ്റ് ചെയ്യുക. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിസ്മരിക്കുക, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന പാപം. അതിനാ സിൻ ഓഫ് ഒമിഷൻ, OMISSION, ഒമിഷൻ. മറ്റൊരു ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതിനാണ് സിൻ ഓഫ് കമ്മീഷൻ, COMMISSION, സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തതും ചെയ്യുന്നതുമായ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ഓർക്കാം. അത് തന്നെയുമല്ല, വാക്കുകൊണ്ടുള്ളത് കൊണ്ട്, ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുള്ളതുകൊണ്ട്, ഇതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലേക്ക് വരും. പിന്നെ മൂന്നാമതൊരു ബന്ധം കൂടി ഉണ്ടല്ലോ, നമ്മോട് തന്നെയുള്ളത്. മിടുക്കി, നമ്മോട് തന്നെയുള്ള ബന്ധം. ആ ബന്ധത്തില് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതാ. മറ്റാരും കാണുന്നില്ല, മറ്റാരെയും മനസ്സിലല്ല, നമുക്ക് തന്നെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റിട്ടുണ്ട്, അത് നമ്മൾ തെറ്റിക്കുന്നു. സത്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ നിർവഹിക്കുന്നു, സത്യം കാണിക്കാതെ പോകുന്നു. അതുപോലെ അരുതാത്ത ചില ദുസ്വഭാവങ്ങൾ ചെറുപ്പത്തിൽ പരിചയിക്കുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ജഡത്തിന്റെ താല്പര്യമൊക്കെ വന്ന് ചിലർക്ക് കുതന്ത്രങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ. അപ്പൊ നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും തെറ്റുപറ്റ. അതൊക്കെയും നമ്മൾ കണ്ടുപിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുവാനായിട്ടപ്പോൾ അപ്പൊ ഒന്നാമത്തെ വ്യവസ്ഥ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, ആത്മാവേ എല്ലാം വെളിപ്പെടുത്തി തരേണ്ടവേ. രണ്ടാമത് നമ്മൾ ചെയ്തത്, അതിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ നമ്മൾ പരിശോധന, ആത്മശോധന ചെയ്തു. ആത്മശോധന ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞ കാര്യം എന്താ? 3 ബന്ധങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. ഏതാ 3 ബന്ധങ്ങൾ? ഇനി അല്ലാതെ നമുക്ക് ആത്മശോധന ചെയ്യാം, നമ്മെ തന്നെ സ്വയം പരിശോധന നടത്താം. ഇത് ഒരു വ്യവസ്ഥ വിധത്തിലുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. 3 ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി ആത്മശോധന ചെയ്യാം. ആത്മശോധന ചെയ്യാനുള്ള മറ്റൊരു മാർഗം ഞാൻ പറയാം. 10 കൽപ്പനകൾ എടുക്കുക. ഇപ്പൊ ഞാൻ വന്നപ്പോൾ അച്ഛൻ ചോദിച്ച് നിങ്ങൾ 10 കൽപ്പനകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാ 10 കൽപ്പനകൾ പഠിപ്പിച്ചത്? പാട്ടിലാക്കി നിങ്ങൾ ഇല്ലേ? പാട്ടിൽ കൂടിയാ പഠിപ്പിച്ച 10 കൽപ്പനകൾ. ഇപ്പൊ അറിയാം. ആ 10 കൽപ്പനകൾ വിളിച്ചിട്ട് ഒന്നാമത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ ദൈവങ്ങളെ ഉണ്ടാവും. അപ്പൊ അത് വെച്ചും കൂടി സ്വയം നോക്കുക. ഈ ദൈവത്തിലുള്ള വിശ്വാസം അല്ലാതെ മറ്റെന്തെങ്കിലുമായിട്ടുള്ള നിലയിൽ ഞാൻ ഓർക്കുകയും അതിനെ ആശ്രയിക്കുകയും അതിൽ പ്രത്യേകമായിട്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഓർക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ബന്ധം കഴിഞ്ഞാൽ 4ാമത്തെ കൽപ്പന എന്താന്ന് പറയാം ആർക്കെങ്കിലും? 4ാമത്തെ കൽപ്പന ശാബനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. അപ്പൊ ശാബനാളിനെ ശുദ്ധീകരിക്കുന്നത് അപ്പം ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്. അത് ഞാൻ ശരിക്കും ഞായറാഴ്ച പള്ളി പോവുകയും ആരാധന സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും കുഴപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച ആരാധന അതല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. 5ാമത്തെ കൽപ്പനയോ? മാതാവിന്റെയും പിതാവിന്റെയും ബഹുമാനിക്കുക. എന്തിന്? അങ്ങനെ ചെയ്താൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും.
അപ്പൊ അവിടെയാണ് നമുക്ക് ഓർക്കാം മാതാവിനോടും പിതാവിനോടും ബന്ധം. പിന്നെ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ 6 മോഷ്ടിക്കരുത്. അവിടെ ചിലർക്ക് കാണിച്ച് കാണും, വീട്ടിൽ ചിലതൊക്കെ ചൂണ്ടിയെടുത്തിട്ടുള്ളത്, കൂട്ടുകാരൻ്റെത്, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ വഞ്ചിച്ചെടുക്കുക. അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് വ്യഭിചാരം ചെയ്യരുത്. 7-ാമത്തത് അത് അല്ലാത്ത പല ചിന്തകളൊക്കെ മനസ്സിൽ വന്നിട്ട് നമ്മൾ സെക്ഷുവലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ വന്ന് തെറ്റായിട്ടുള്ള പലതും പറയുവാനും കാണിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളതുണ്ടോ എന്ന് നോക്കുവാനായിട്ട് ഇങ്ങനെ 10 കൽപ്പനകളുടെ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ 2 വിധത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, 3 ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് സ്വയപരിശോധന നടത്താം, ആത്മശോധന ചെയ്യാം. രണ്ടാമത് 10 കൽപ്പനകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് എന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കി ആത്മശോധന ചെയ്യാം. അപ്പൊ അത്രയും നമ്മൾ കണ്ടു. ഇനിയുള്ള സമയം 3-ാമത്തേതാണ് ഞാൻ പറയാൻ പോകുന്നത്. 3, പാപത്തെ കുറിച്ച് ദുഃഖം ഉണ്ടാവണം, പശ്ചാത്താപം ഉണ്ടാകണം. അത് പ്രധാനപ്പെട്ടതാണ്. പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കുക, ദുഃഖമുളവാക്കുക. പാപം കണ്ടുപിടിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത്രയൊക്കെ ഞാൻ ചെയ്തു, ലിസ്റ്റൊക്കെ എഴുതി വെച്ചു, ഒരു പ്രയോജനമില്ല. പാപത്തെ പറ്റി ദുഃഖം നമുക്കുണ്ടാകണം. അതാ ദാവീദിന് ദുഃഖം ഉണ്ടായത്. അപ്പോഴും ഉറക്കം പൊട്ടിക്കരഞ്ഞോണ്ട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് പറയത്തക്ക വെള്ളം പാപത്തെ കുറിച്ചുള്ള ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. ഒന്ന് രക്ഷയിലേക്ക് നയിക്കുന്നത്, മറ്റത് നാശത്തിലേക്ക് നയിക്കുന്ന ദുഃഖമാണ്. അതറിയണമെങ്കിൽ 2 പേരുടെ ദുഃഖം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 2 പേരും ദുഃഖിച്ചവരാ. ഒരു രഞ്ജിനിയെ ഓർത്ത് 2 പേരും കർത്താവിന്റെ ശിഷ്യന്മാരുമായിരുന്നു. ആരായി 2 പേരെന്ന് പറയാമോ? യൂദായുടെ മിടുക്കി, മറ്റേ ഉള്ള മിടുക്കി കുഞ്ഞുങ്ങള്. ആ 2 പേരുടെയും 2 പേരും ദുഃഖിച്ചു. പക്ഷെ ഒരാളുടെ ദുഃഖം രക്ഷയിലേക്ക് നയിച്ചില്ല. മറ്റേ ആളിന്റെ ദുഃഖം, പശ്ചാത്താപം അത് രക്ഷയിലേക്ക് നയിച്ചു. ആളുടെ രക്ഷയിലേക്ക് നയിച്ചത് പത്രോസിന്റെ ദുഃഖം. അപ്പൊ പശ്ചാത്താപം എന്ന് പറയുന്നത് ഹൃദയം തുടങ്ങി എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ ഇത്രയുമൊക്കെ ചെയ്തത്, എന്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചു. ഇത് ഓർക്കുമ്പോഴാണ് ദുഃഖം എന്ന് പറയുന്നത് രക്ഷയിലേക്ക് നയിക്കുന്ന ദുഃഖം. അപ്പോഴാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 2 കൊരിന്ത്യൻസ് 7:10 ഒന്ന് നോക്കി വായിക്കാം. അപ്പൊ 2 ദുഃഖത്തെ പറ്റി അവിടെ നമ്മൾ വായിച്ചില്ലേ? 2 ദുഃഖം ഇല്ലേ? എന്തൊക്കെയാ 2 ദുഃഖം? രക്ഷയിലേക്ക് നയിക്കുന്ന ദുഃഖം, ലോകത്തിന് ദുഃഖം. അത് ഏതായാലും 2 തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഇപ്പോഴും രക്ഷയിലേക്ക് നയിക്കുന്ന ദുഃഖം പത്രോസിൻ്റെതാണ്. പത്രോസ് പുറത്തേക്ക് പോയി ഹൃദയം തുറങ്ങി കരഞ്ഞു. കോഴി കൂകുമ്പോഴൊക്കെ ഇപ്പോഴും എന്ന് കരയുമായിരുന്നു. അയ്യോ എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് കരയുമായിരുന്നു. അതാ രക്ഷയിലേക്ക് വരുത്തത്. യൂദായിക്കുള്ള ദുഃഖമോ ദൈവത്തെ ദുഃഖിപ്പിച്ചു എന്നുള്ളതല്ല, ഞാനിങ്ങനെ കൊള്ളാൻ വേണ്ടി ഒപ്പിച്ചല്ലോ എന്നുള്ള ഒരു കുണ്ഠിതം മാത്രമേ ഉള്ളൂ, പശ്ചാത്താപമല്ല. തനിക്കിങ്ങനെ താൻ ചെയ്തൊരു തെറ്റിനെ പറ്റിയൊരു ദുഃഖം എന്നല്ലാതെ ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിനെതിരായി ചെയ്ത ഒന്ന് എന്നുള്ളൊരു പശ്ചാത്താപം അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് രക്ഷയിലേക്ക് നയിക്കുന്ന ആത്മാർത്ഥമായ ആ ഒരു പശ്ചാത്താപമാണ്. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നെ ഞാൻ വേദനിപ്പിച്ചു, എന്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചു
എന്നുള്ളതാണ് യഥാർത്ഥമായ പശ്ചാത്താപം. മനസ്സിലായല്ലോ? അപ്പോൾ ദുഃഖം ഉണ്ടാകാതെ നമുക്ക് ഏറ്റുപറച്ചിൽ നടത്തുന്നതിന് അർത്ഥമൊന്നുമില്ല. ആ മുടിയനായ പുത്രൻ എപ്പോഴാ അപ്പൻ്റെ അടുക്കലേക്ക് പോയത്? അവൻ തെറ്റിനെ പറ്റി ആഴത്തിൽ ദുഃഖമുണ്ടായി. അവൻ എഴുന്നേറ്റു, അവൻ ഓടി പോവുക അപ്പൻ്റെ അടുക്കലേക്ക് ചെന്ന് ഏറ്റു പറയാം. ആ ദുഃഖം നമുക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം ഉളവാകണം. ആത്മാർത്ഥമായ പശ്ചാത്താപം ഉളവായ ഒരു സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ പോയി ഇന്ന് കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു അത്? കണ്ണുനീര് കൊണ്ട് നല്ലത് കാലൊക്കെ നനച്ചു, തലമുടി കൊണ്ടൊക്കെയും തുളച്ചു എന്ന് വായിക്കുന്നുള്ളൂ. ആരായിരുന്നു? പാപിനിയായ ഒരു സ്ത്രീ. അവളുടെ പാപത്തെ കുറിച്ച് ഓർത്തിട്ട് അവൾക്ക് ദുഃഖം വേഗം അടിച്ച് കരഞ്ഞ് കണ്ണുനീര് ഒഴുകി. ആ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് നനച്ചു. അപ്പൊ ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ദുഃഖം ഒരു കുണ്ഠിതമല്ല, പശ്ചാത്താപമാണ്. ദുഃഖം ദൈവത്തെ വേദനിപ്പിച്ചു എന്നുള്ളത്. ഇത്രയുമായി കഴിയുമ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. 2, സ്വയപരിശോധന നടത്തുക. 3, തെറ്റിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപം, ദുഃഖം നമുക്ക് ഉണ്ടാകണം. ഇനി 4-ാമത്തേത് ഞാൻ പറയുന്നത് പാപം ഏറ്റുപറയണം. അടുത്ത കണ്ടീഷനാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ആരോടാ ഏറ്റുപറയുന്നത്? ദൈവത്തോടാ ഏറ്റുപറയുന്നത്. പക്ഷെ അത് ആരുടെ മുമ്പിലാണ്? പുരോഹിതന്റെ സാന്നിധ്യത്തിൽ, പുരോഹിതനോടാണ്. പക്ഷെ നമ്മൾ പാപത്തോടാ, ദൈവത്തോടാണ് നമ്മൾ ഏറ്റുപറയുന്നത് നമ്മുടെ പാപത്തെ. അപ്പൊ ദൈവത്തോട് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദി പ്രീസ്റ്റ്, പുരോഹിതന്റെ അടുക്കൽ. എന്തുകൊണ്ട്? പാപം മോചിക്കാനുള്ള അധികാരം പുരോഹിതനുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വൈകല്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഉപദേശം നൽകുവാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും ആർക്കാണുള്ളത്? പുരോഹിതനാണുള്ളത്. അതുകൊണ്ടാണ് പുരോഹിതന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുന്നത്. ഇത് അങ്ങനെ പുരോഹിതന്റെ അടുക്കൽ പോയി ഏറ്റുപറച്ചിൽ വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്. മാർത്തോമാ സഭയില് പുരോഹിതന്റെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്ന പതിവില്ല. CSI സഭയിൽ പുരോഹിതന്റെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്ന ഏർപ്പാടില്ല. എന്നാൽ പുരോഹിതന്റെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്ന വേറെ ചില സഭയുണ്ട്. ഏതാണ്? കത്തോലിക്കാ സഭയിൽ അത് നിർബന്ധമാണ്. കത്തോലിക്കാ സഭയിൽ അത് വളരെ നിർബന്ധമാണ്. വളരെ കർശനമായിട്ട് അത് പാലിക്കുന്നുമുണ്ട്. പട്ടക്കാരന്റെ അടുക്കൽ പോയി മുട്ടുകുത്തി അവരത് ഏറ്റുപറയും. ആ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് പാപമോചനത്തിന് ആവശ്യമാണ്. നമ്മൾ ആദ്യം കേട്ട ഒരു വാക്യം, ഈ സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭപരിയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കാരണം. ഏറ്റുപറച്ചിൽ ഒരു വ്യവസ്ഥയാണ്. പിന്നെയും നമ്മൾ മറ്റൊരു വാക്യം കണ്ടു, ഏറ്റുപറച്ചിൽ വേണമെന്ന് പറയുന്ന ഒരു വാക്യം. ഏതായിരുന്നു അത്? 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, ആ എങ്കിൽ അടിവരയിടേണ്ടതാ. എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളുടെ അകൃത്യങ്ങളെ കുറിച്ച് അവളുടെ ഏറ്റുപറച്ചിൽ എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഏറ്റുപറച്ചിൽ നടത്തുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ് പട്ടക്കാരന്റെ മുമ്പാകെ. അപ്പോൾ ഒരു ചോദ്യം വരും, അച്ഛനോട് എല്ലാം ഒക്കെ ചെന്ന് പറയാൻ ഒക്കുമോ? അച്ഛനൊക്കെ എന്തെങ്കിലും അറിഞ്ഞാൽ അച്ഛൻ മറ്റവരോട് പറയുമോ? ഇത് അച്ഛനും പുള്ളി എത്ര വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കുമോ? ഇതൊക്കെ എങ്ങനെ അച്ഛനോട് ചെന്ന് പറയുന്നത്? തോന്നൽ വരികയല്ലേ? അവിടെ ഓർക്കാനുള്ള ഒരു കാര്യം, അച്ഛൻ്റെ അവിടെ കേൾക്കുന്ന കുമ്പസാരം അതിൽ പുറത്തൊരിക്കലും അച്ഛൻ വെളിപ്പെടുത്തുകയില്ല എന്ന് ദൈവമുമ്പാകെ ശപഥം ചെയ്തിട്ടുള്ള ആളാണ് അച്ഛൻ. അച്ഛൻ ഭാര്യ കാണും, ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറയാം, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യയോട് എന്ന് പറയാം. പക്ഷേ ഒരു കാര്യം മാത്രം ഭാര്യയോട് പറയാൻ പാടില്ല. എന്തുവാ? ഉപസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭാര്യയോട് പറയാൻ പാടില്ല.
ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ സെമിനാരിലെ കാര്യങ്ങൾ, കൺവെൻസ് പോയ കാര്യങ്ങൾ, മറ്റേതും എല്ലാം പറയുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി നേരിയിരിക്കും, രാത്രി ഇങ്ങനെ പറയും, ഉള്ളതൊക്കെ പറയും. അതൊരു സന്തോഷം വരുന്ന ഒരു കാര്യമായി, ഇങ്ങനെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഒരാൾ എന്നോട് ഏറ്റു പറഞ്ഞ, നീ കേട്ടോ, ഇന്നലത്തെ നമ്മുടെ പാപ്പച്ചനില്ലയോ, പാപ്പച്ചൻ വന്ന് എന്നോട് പറയുമായിരുന്നു ഇങ്ങനെയാണ്. ഇതുപോലെയുള്ള ഒരു കാര്യവും ഭാര്യയോട് ഒരിക്കലും പറയാൻ പാടില്ല. അത് പട്ടക്കാരൻ ദൈവത്തിന്റെ മുമ്പാകെ എടുത്തിട്ടുള്ള ഒരു വ്രതമാണ്, ഒരു നിശ്ചയമാണ്. അതിന് പട്ടക്കാരന് ദൈവത്തിന്റെ കൃപയുണ്ട്. അത് ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ചില സിനിമകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പാശ്ചാത്യ രാജ്യത്ത്. ചില കൊലപാതകം നടത്തി കഴിഞ്ഞതിന് ശേഷം അവന് അച്ഛൻ്റെ അടുക്കലേക്ക് പറഞ്ഞു, അച്ഛനെ അവനെ സാക്ഷിയാക്കി. അച്ഛനെ പ്രതിക്കൂട്ടി സാക്ഷിക്കൂട്ടിക്കേറ്റ് നിർത്തി. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ അടുക്ക് ചെന്നേറ്റ് പറഞ്ഞതാ. പക്ഷെ അച്ഛൻ പറയുമോ, എൻ്റെ അടുക്ക് നേരാ, ഈ കൊച്ചമ്മൻ എന്നോട് ഏറ്റു പറഞ്ഞതാ, അവന് ചെയ്തതാ എന്ന് അച്ഛൻ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അവരെ മറ്റവർക്ക് പ്രതിക്ക് വേണ്ടി രക്ഷയും കിട്ടും. അച്ഛൻ പറയുമോ? ഇല്ല. അച്ഛൻ ജയിലിൽ പോകേണ്ടി വന്നാലും അച്ഛൻ ഒരിക്കലും അത് പുറത്ത് പറയുകയില്ല. അപ്പൊ അത് നമുക്ക് ഉറപ്പാണ്. അത് ഒരു കാര്യം അപ്പൊ അച്ഛനോട് പറയുന്നതിന് പറ്റും. തന്നെ മാത്രമല്ല, നമുക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, ഓരോ പ്രത്യേകതകളാണ്. എൻ്റെ രീതിയല്ല മറ്റൊരാളുടെ. ചില ആവശ്യങ്ങൾ എനിക്ക് കൂടുതലുണ്ട്, മറ്റൊരാൾക്ക് വേറെ ചിലർക്കുണ്ടാവേണ്ടികളൊക്കെ കയ്യിലിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഉപദേശം നൽകാനും ആൾക്ക് കഴിയും, പട്ടക്കാരന് കഴിയും. കൗൺസിലിംഗ്, ഇത് കൺഫെഷന്റെ ഒരു പാർട്ടാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് തക്കതായ ഉപദേശങ്ങൾ നൽകുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഉപദേശങ്ങളും നൽകി അത് പട്ടക്കാരൻ നൽകി കഴിയുമ്പോൾ നമുക്ക് പട്ടക്കാരൻ പാപമോചനത്തിന്റെ അബ്സല്യൂഷൻ, ഹൂസോയോ, കേട്ടിട്ടുണ്ടോ ആ വാക്ക്? അതിപ്പോ എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ അടുക്ക് തലയ്ക്ക് നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹൂസോയോ എന്ന് പറയും. അതറിയാം. അത് പാപമോചനത്തിനുള്ള പ്രാർത്ഥനയാണ്. അത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്ക്, നിങ്ങൾ ഏറ്റു പറഞ്ഞതും ഏറ്റു പറയാൻ വിട്ടുപോയതുമായ എല്ലാ പാവങ്ങൾക്കും മോചനം നൽകുന്നു എന്ന. അപ്പോഴ് ഏറ്റുപറച്ചിൽ നടത്താതെ ഈ നെറ്റിക്ക് കുരിശു വലിക്കുന്ന ഏർപ്പാട് സഭയിലില്ല. ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഒരു കുള്ളാവണ്ടിയാണ് ഈ പറയുന്ന ഊസോയോ. ഏറ്റുപറച്ചിൽ നടത്തുമ്പോഴേ ഊസോയോ കൊടുക്കേണ്ടത് ഉള്ളൂ, അല്ലാതെ ഊസോയോ ഇല്ല. അത് കാതോലിക്ക ബാബാവിനും എസ്ലാമാരോടും പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഊസോയോ ഇല്ല. ഇപ്പൊ എല്ലാവർക്കും കേൾക്കായിരിക്കും, കേൾക്കട്ടെ, ഞാൻ അതൊന്നും പറയുക ചെയ്യുന്നത്. ഈ ഏറ്റുപറച്ചിൽ നടത്തുമ്പോഴേ ഉള്ള ഊസോയോ, അല്ലാതെ വെറുതെ ഒരു ഊസോയോ നമുക്കില്ല. അതിന് വില ഉണ്ടാക്കണം. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റു പറഞ്ഞതും ഏറ്റു പറയാൻ വിട്ടുപോയതുമായ സകലത്തിൽ മോചനം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വലിയൊരു ആശ്വാസം, എൻ്റെ എല്ലാ കുറവുകളും എനിക്ക് മോചിച്ചു തന്നിരിക്കുന്നു എന്ന് വലിയൊരു റിലീഫാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടെ അച്ഛൻ പറയും. അതെന്താണെന്നറിയാമോ? ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ചിലതൊക്കെ ചെയ്യണം. അത് ഇംഗ്ലീഷ് പറയുന്ന ഒരു വാക്ക് റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആ വാക്കൊന്ന് പഠിച്ചു എഴുതിക്കൊള്ളുക. റെസ്റ്റിറ്റ്യൂഷൻ, RESTITUITION, റെസ്റ്റിറ്റ്യൂഷൻ, പ്രായശ്ചിത്തം. അത് ആ പാപങ്ങളുടെ അതിന് ഗൗരവം അനുസരിച്ച പ്രായശ്ചിത്തം പറയുന്നത്. ചിലരോട് പറയും പോയി 3 പ്രാവശ്യം കുമ്പിടണം, ചിലരോട് പറയും ഇത്ര പ്രാവശ്യം ദിവസം നോമ്പ് നോക്കണം, ചിലരോട് പറയും ഇന്ന നേർച്ച നേരണം, ചിലരോട് പറയും ഈ സങ്കീർത്തനം ഇത്രയും വായിക്കണം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം പട്ടക്കാരൻ പറയണം. അത് കുമ്പസാരത്തിന്റെ ഒരു ഭാഗമാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ആ ആളിനോട് നിരപ്പാകണം എന്ന് പറഞ്ഞാൽ നിരപ്പാകണം. അല്ലെങ്കിൽ കുമ്പസാരം കള്ള കുമ്പസാരമാണ്. കുമ്പസാരം ശരിയാകണമെങ്കിൽ അച്ഛൻ നിർദ്ദേശിക്കുന്നത് പോലെയുള്ളത് ചെയ്യണം.
നമ്മുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കുമ്പസാരം പൂർത്തിയാകുകയുള്ളൂ, നമ്മുടെ അനുതാപം അത് പൂർണ്ണമാക്കുകയുള്ളൂ. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു വലിയ അവസരമാണ്. എന്നിട്ടൊരു തീരുമാനം എടുക്കണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നതുപോലെയൊക്കെ ഞാൻ ചെയ്യും. സം റെസൊല്യൂഷൻസ്, റെസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയുള്ളതാണ് റെസൊല്യൂഷൻ. RESOLUTIONS, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ, ചില ഉത്തമമായ തീരുമാനങ്ങൾ. ഓരോ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇന്ന വിധത്തിൽ ഞാൻ ചെയ്യും, ഇന്ന വിധത്തിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ കുറെ കൂടെ ഉറപ്പായി ചെയ്യും, അത് കുറെ കൂടെ ക്രമമായി ഞാൻ വരുത്തും എന്നിങ്ങനെയുള്ള ആ ഒരു അനുഭവം കൂടി വരുമ്പോൾ നമ്മുടെ കുമ്പസാരം പൂർത്തിയാകും. അത് തീരുമാനിച്ചാൽ മാത്രം പോരാ, പിന്നെ അത് നടപ്പാക്കുകയും കൂടി ചെയ്യണം. അത് നടപ്പാക്കുകയും കൂടി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന അനുഭവത്തിൽ നമ്മൾ ഒരുക്കമായി, സന്നദ്ധമായി, സജ്ജമായി, അപ്പോൾ ഒരുങ്ങിയുള്ള അവിടേക്ക് കർത്താവ് എഴുന്നള്ളി വരികയാണ്. നമ്മിൽ വസിക്കുവാൻ, നമ്മിൽ അവിടുത്തെ എല്ലാ കൃപകളും ശക്തികളും നൽവരങ്ങളും ജ്ഞാനവും ഒക്കെ നൽകി നമ്മെ നയിക്കുവാൻ ഈസ് കമ്മിങ് ടു ഡ്വെൽ ഇൻ us, നമ്മിൽ വസിക്കുവാൻ ഒക്കെ വേണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കം ലോർഡ് ജീസസ് ഇൻടു മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പുതിയ ശക്തി, പുതിയ ജീവൻ, പുതിയതായിരിക്കുന്ന ഉന്മേഷം ഇതൊക്കെ നമുക്കുണ്ടാകും. ഈ ക്ലാസ്, ഇവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെ യാത്ര നടന്നതെന്ന് പറഞ്ഞല്ല പോകാൻ ഒക്കുന്നത്. കുറെ കൂടെ ഉന്മേഷമുള്ളവരായി, ആത്മീയമായി കുറെ കൂടെ ശക്തി നിറഞ്ഞവരായി യേശു എൻ്റെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ ജ്ഞാനവും വിവേകവും ആലോചനയും ബലവും ഒക്കെ നൽകും. ഈ ഒരു തീരുമാനത്തിൽ കൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ഒരു നിർബന്ധമുള്ളത് സമയം കൃത്യമായി പാലിക്കണമെന്നുള്ളതാണ്. 3 തൊട്ട് 4 വരെ എന്ന എന്നോട് കുര്യൻ സാർ പറഞ്ഞത്. ഞാൻ 4 വരെ എന്നുള്ള സമയം കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യാം. എന്ത് ചോദ്യം വേണം? വാസ്തവത്തിൽ കർത്താവിനോട് ഏറ്റു പറയുന്നതല്ലേ പാപങ്ങൾ മോചിക്കാനുള്ള വലിയ ശക്തി ദൈവത്തിനുണ്ട്. ദൈവത്തിന്റെ നമ്മൾ പാപം ചെയ്തവരോട്, ഈ പുരോഹിതനോടൊന്നുമല്ല, അവരോട് ഏറ്റു പറയേണ്ടതോ ക്ഷമ പറയുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അത് ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ഒക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ ചെന്ന് ഇന്നാരോട് നേരപ്പാകണം, ക്ഷമ ചോദിക്കണം, എപ്പോഴേ ആവുകയുള്ളൂ. അത് ഞാൻ മുമ്പേ പറഞ്ഞു. അത് നമ്മൾ പോയി ചെയ്യണം. അത് പ്രായശ്ചിത്തമായി ചെന്ന ആളിനോട് പറയുകയും നമുക്ക് ആ ആളിന് എന്തെങ്കിലും പ്രയാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് പ്രായശ്ചിത്തമായി ചെയ്യുവാൻ സന്നദ്ധം ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ കൺഫെഷൻ, ആ ഏറ്റുപറച്ചിൽ ജനുവിനാവുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ. എഴുതിയിട്ടുണ്ടോ? അതിന് നമ്മൾ കൊടുത്തു നോക്കുകയും പഴക്കം പറയാം. നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇന്നലെ ചോദിച്ചതിന്റെ ബാക്കി കൺവിൻസ്ഡ് ആകാത്തതൊക്കെ ചോദിക്കണം. ഈ പ്രായത്തില് ഈ ടീനേജർ എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. ഏതാ ടീനേജർ? 13, 14, 19 ടീനേജർ. ഇതിന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കൗമാരം, ഇല്ലേ? കുമാരി, കുമാരന്മാർ. കൗമാരത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ മാറ്റം, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ചില മാറ്റങ്ങൾ,
അത് രണ്ട് തരത്തിൽ മാറ്റങ്ങൾ വരും. ശരീരത്തിൽ ചില മാറ്റങ്ങളുണ്ട്, മനസ്സിൽ ചില മാറ്റങ്ങളുണ്ട്. ഈ കൗമാരത്തിൽ കടക്കുമ്പോഴാണ് അല്പം ചില പ്രണയമൊക്കെ മുട്ടിടുന്നത്. ആ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ പെൺകുട്ടിക്ക് ഉള്ളിൽ ഏതാണ്ടൊരു പിടപ്പ്, പെൺകൊച്ചിൽ ആൺകൊച്ചിനെ കാണുമ്പോൾ അവളുടെ കണ്ണിലൂടെ ഏതാണ്ട് ഓളം വെട്ടുന്നത് പോലെ ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അത് പാപമൊന്നുമില്ല. അങ്ങനെ ഒരു ആളിനോട് ആകർഷണ ശക്തി യാതൊരു തെറ്റുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ പരസ്പരമുള്ള ആ ഒരു ആകർഷണം സ്ത്രീക്കും പുരുഷനും തമ്മിലുണ്ട്. അത് തുടങ്ങുന്നത് കൗമാര പ്രായത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ തെറ്റിലേക്ക് നമ്മളെ നയിക്കരുത്. അത് അവസരം ചെയ്യുവാൻ നമ്മളെ ഇടയാക്കരുത്. അതുകൊണ്ട് അമിതമായ അടുപ്പം ഒരു പെണ്ണിനോടും ഒരു ആണിനോടും വരുത്തണ്ട. സ്നേഹമൊക്കെ മതി, അകൽ നിന്നേച്ചാൽ മതി, തൊട്ട് കളിക്കണ്ട എന്ന് പറയുന്നത് പോലെ നമുക്ക് അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്കുള്ളൊന്നും ആരെയും നിങ്ങൾ അനുവദിക്കരുത്. എത്ര വലിയ കൂട്ടുകാരിയായിരുന്നാലും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. നിങ്ങളുടെ ശരീരത്തിൽ തൊട്ട് ആരും നിങ്ങളെ ആ വിധത്തിൽ ആൺകുട്ടികൾക്ക് ഉള്ള ഒരു ആണ് സോതോമ്യ ഭാവം, ഹോമോസെക്ച്വാലിറ്റി തെറ്റാണ്. അങ്ങനെയുള്ള ഒന്നും വേണ്ട, ഇവിടെ നിർത്തിയത് എന്ന് പറഞ്ഞ അവിടെ ബ്രേക്ക് ഇടണം. പെൺകുട്ടികളും അത് വരുന്നവരോടും അത്രയും ഇത്രയും മതി. സ്നേഹമൊക്കെ ഉണ്ട്, ചിരിക്കാം, സ്നേഹത്തോട് വർത്തമാനം പറയാം, അടുത്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ നോ എന്ന് പറയാൻ ഒരു ബ്രേക്ക് ഇടുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, PMS ഒരു തെറ്റ. PMS പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നതാണ് PMS. വിവാഹത്തിന് മുമ്പ് ആരുമായിട്ടും നമുക്ക് ലൈംഗികമായ ബന്ധമോ വീഴ്ചയോ പാടില്ല. അത് നിഷിദ്ധമാണ്, പാപമാണ്, തെറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് നോ പറയാനുള്ള നമ്മൾ പറയുക ഗട്സ് വേണം എന്ന് പറയത്തില്ലേ, ആ ഗട്സ് വേണം. അത് ആര് വന്നിരുന്നാലും ഉള്ള വേണ്ട ലോ എന്ന് പറയുവാൻ ഉള്ള ഇച്ഛാശക്തി നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വളരെ എളുപ്പമാണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് വല്ലരുത്. ഞാൻ പറയാം, നിങ്ങൾ കസിൻസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, വീട്ടിൽ വന്ന് അത് മനോഹരം ആസ്വദിക്കുന്നത്. ചിലപ്പോ അറിയാൻ പാടില്ലാത്ത ചില അമ്മമാര് ഒരുമിച്ച് കിടക്കാൻ കൊണ്ട് കിടക്കും, ഒരുമിച്ച് കൂട്ടുകാരെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ലൈംഗികമായ ചോദന ഉണ്ടാകുന്നത്. അപ്പോൾ പല ഉണ്ടാവേണ്ടികളും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളതൊക്കെയും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചില പള്ളികളിൽ 15 വയസ്സ് കഴിഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചില അച്ഛന്മാരും വിവിധ ദോഷികളായ ചില അച്ഛന്മാരും ഉണ്ടെന്നുള്ളതേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അങ്ങനെ 15 വയസ്സിനെ കുമ്പസാരിക്കാവുന്നത് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. കൗമാര പ്രായത്തിലേക്ക് തെറ്റും ശരിയും തിരിച്ചറിയുവാൻ പ്രാപ്തിയാകുന്ന ആ പ്രായത്തിലാണ് കുമ്പസാരം നടത്തുന്നത് എന്ന് മാത്രമല്ലാതെ അതിന് വയസ്സൊന്നും ദൃഢപ്പെടുത്തി വെച്ചിട്ടില്ല. മാതാപിതാക്കൾ പിതാവ് മരിച്ചു അടക്കം കൊണ്ട് പള്ളിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മൂത്ത മകൻ വന്ന് കുമ്പിടുന്നു. കുമ്പിട്ട് അവിടെ ഒരു നേർച്ചയും അവിടെ വെക്കുന്നു. അത് എന്തിന് എന്നാ ചോദിക്കുന്നത്. ചിലപ്പോൾ മൂത്ത മകനില്ല എങ്കിൽ പെൺമക്കളെ ഉള്ളുവെങ്കിൽ ആ മക്കളെ അത് നമുക്ക് ഈ മുഖം മൂടുന്ന തുണി ആ മുഖത്തോട് അവസാനം പെട്ടിയിൽ കൊടുക്കുന്നതിന് മുഖം മൂടി തൈലം ഒഴിക്കുന്നതിന് മുമ്പ് അത് ആൺമക്കളെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വെപ്പ് എവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ മക്കൾക്ക് ഇത് അവകാശമുള്ളൂ എന്ന്. പെൺമക്കൾക്ക് എന്താ കുഴപ്പം? ഞാൻ സമ്മതിക്കും, പെൺമക്കൾ മക്കളാ അവര്. ഇത് ആണിന് മാത്രമുള്ളൂ. അത് ഭാര്യ ഹിന്ദുക്കളുടെ
പുരുഷൻ മാത്രം പുത്രൻ അവൻ രക്ഷിക്കുന്നവരാണ് എന്നുള്ളത് പുത്രന്മാർക്ക് ഉള്ള പദവിയായിട്ട് പെൺമക്കൾക്കും അവരും അപ്പനോടും അമ്മയോട് കടമയും ചെയ്യാവുന്ന. അതുപോലെ കുമ്പിടുന്നതും പുരുഷന്മാരെ ആൺമക്കളെ പെൺമക്കളെ ആരുതരിയിലനുസരിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവരോടുള്ള അന്തിമമായി ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് കൃതജ്ഞതയെല്ലാം ഓർത്ത് ശവം അങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പായത്. അതുകൊണ്ട് ഓർക്കണം, സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ആക്ട് ബൈ ദി ഫാമിലി മെമ്പർ ചെയ്യുന്ന ദൈവസന്നിധിയിൽ കുമ്പിട്ട് ദൈവത്തിന് സ്തോത്രവും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഈ ആളിനെ ബലമേൽപ്പിക്കുന്നു. ഇതിൽ ലഭിച്ച കൃപകൾക്ക് വേണ്ടി എല്ലാം ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഒക്കേഷൻ. ഇതാണ് അവിടെ ചെയ്യുന്നത്. പട്ടക്കാർക്ക് വയസ്സാകുമ്പോൾ കോറപ്പിസ്കോപ്പ സ്ഥാനം കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഈ കോറപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോറപ്പിസ്കോപ്പ അത് കല്യാണം കഴിച്ച അച്ഛന്മാരെ ഒന്ന് ആദരിക്കണമെന്ന് മെത്രാന് തോന്നിയാൽ മെത്രാന്റെ ഇഷ്ടമനുസരിച്ച് അവർക്ക് ഇടക്കെട്ടും കെട്ടി കഴുത്തിൽ കുരിശുമിട്ട് അവരെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടെന്നല്ലാതെ അർത്ഥശൂന്യമായ ഒന്നാണ് എന്ന് ഞാൻ പറയും. മുമ്പുണ്ടായിരുന്നു, അർത്ഥമുണ്ടായിരുന്നു. അതിന് എന്താ അതിന് അർത്ഥം എന്നറിയാമോ? കോറെ എന്ന് പറഞ്ഞാൽ ഗ്രാമം, കോറെ. അപ്പൊ കോറെ എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ വില്ലേജിന്റെ, ഗ്രാമത്തിന്റെ എപ്പിസ്കോപ്പ എന്നാ അതിന്റെ അർത്ഥം. വില്ലേജ് ബിഷപ്പ് എന്നാ അതിന്റെ അർത്ഥം. പണ്ട് പട്ടണത്തിൽ ബിഷപ്പുണ്ട്. ആ ബിഷപ്പിനെ സഹായിക്കാൻ ഗ്രാമം ഭാഗത്താനത്ത് 10 പള്ളികളുണ്ട്. ആ 10 പള്ളികളുടെയും ചുമതല നോക്കുവാൻ ഒരു അച്ഛൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആളിനെ കോർ എപ്പിസ്കോപ്പ ആക്കും. അപ്പോൾ ചില ചുമതലകളും കൂടി കൊടുക്കും. എന്ത്? അവിടുത്തെ ആ അച്ഛന്മാരുടെ കാര്യങ്ങളിലും ഇളവുകളുടെ കാര്യത്തിലും ഈ മേൽനോട്ടം നടത്തി അവിടുത്തെ കാര്യങ്ങൾ ബിഷപ്പിന് റിപ്പോർട്ട് ചെയ്യുവാനും ബിഷപ്പിന് വേണ്ടി സഹായിക്കാനും വേണ്ടി ഭരണപരമായ ചില ഉത്തരവാദിത്തങ്ങളും കൂടി കൊടുത്ത് പണ്ട് കാലത്ത് ആക്കിയിരുന്ന ഒന്ന് ഇന്ന് ഇപ്പോൾ കേവലം വേഷം കെട്ടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണിത്. അല്ലാതെ അതിനൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്കിതിനോട് വലിയ ബഹുമാനവും ഇല്ല എന്നും കൂടെ ഞാൻ പറയട്ടെ. തിരശ്ശീലയുടെ കളർ ചുമപ്പ് മാത്രം കാണുന്നു. അത് എന്തുകൊണ്ടാണ്? ചുമപ്പ് എപ്പോഴും സന്തോഷത്തിന്റെ ആ അനുഭവത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. സന്തോഷത്തിന്റെ, സ്വർഗത്തിന്റെ ജോയ് എക്സ്പീരിയൻസ്, അതാണ് സ്വർഗത്തിന്റെ ചുമപ്പ് എപ്പോഴും നമ്മൾ വെക്കുന്നത്. വെള്ളം ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിലും ആ ചുമപ്പ് ഈ ഒരു അർത്ഥത്തിലാണ് ലഭിക്കുന്നത്. ഉപദാനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ശേഷം അത് ചെയ്യാൻ കാരണമെത്തുന്ന പട്ടക്കാരനോട് പറയണോ? വേണ്ട. കാരണം പറയുന്നത് നമ്മൾ ന്യായീകരിക്കുവാനായിട്ടായി കാരണം പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെന്നത് കൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയതാ, അല്ല എന്റെ കുഴപ്പങ്ങളൊന്നും അല്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടായതുകൊണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ് ഇനി കാരണം കണ്ടുപിടിക്കുവാൻ പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റിനെ നാം ആയിരിക്കുന്ന വിധത്തിൽ വളച്ചുകെട്ടില്ലാതെ ആസ് ഇറ്റ് ഈസ് നമ്മൾ അറിയിക്കുക, തെറ്റ് പറയുക. അതായിരിക്കും ചോദിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ്, ഈ പാപം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ചോദിക്കുന്നത് പറയേണ്ട കാര്യത്തെ കുറിച്ചായിരിക്കും കുട്ടികളെ ചോദിച്ചത്. അങ്ങനെ ചോദ്യം പലതും വന്നത്. അതായത് ഈ സാഹചര്യങ്ങൾ ഇന്ന സാഹചര്യങ്ങൾ കൂടി ഞാൻ തെറ്റിലേക്ക് വരുവാൻ ഇടയായിക്കുന്നു എന്ന് പറയുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ വരുവാനിട, അതിന്റെ വിശദീകരണങ്ങൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്. അത് ചില അച്ഛന്മാരുടെ ജിജ്ഞാസ കൊണ്ട്, ക്യൂരിയോസിറ്റി കൊണ്ട് അത് ഇങ്ങനെ ചൊഴിഞ്ഞെടുക്കുവാൻ, മറ്റുള്ളവരുടെ കണ്ടുപിടിക്കുവാൻ, കാരണം കണ്ടെത്തുവാൻ വേണ്ടി ചോദിക്കും. നേരെ മറിച്ച് ഒരു ഡോക്ടർ ഒരു രോഗം
പഠിപ്പിക്കുന്നതിന് എന്തൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ ചോദിക്കുന്നത് കുഴപ്പമില്ല. നേരെ മറിച്ച് സിംപ്ലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കൂടുതൽ ചോദിക്കുന്നത് തെറ്റ് എന്ന് ഞാൻ പറയും. ഈ ആളിനെ സഹായിക്കുവാൻ, അതിന് കുറെ കൂടി വ്യക്തത നമുക്ക് ലഭിക്കുവാനും തക്കതായ ഉപദേശം കൊടുക്കുവാനും ആണ് എങ്കിൽ അത് തെറ്റൊന്നുമില്ല. ആരാധിക്കുന്നില്ല, നമ്മൾ വണങ്ങുന്നു എന്നേ പറയുള്ളൂ. അപ്പൊ വിശുദ്ധന്മാരുടെ വെക്കാം, തീർച്ചയായിട്ടും പള്ളി അല്ല, അത് സിംബോളിക്കാണ്. വിശുദ്ധന്മാരുടെ ആരുടെയും ഫോട്ടോ ഒന്നും അന്നത്തെ ഒന്നും ഒരിടത്തിരിപ്പില്ല. അത് നമുക്ക് ആ ആളിനെ കാണുമ്പോൾ, ആ ഫോട്ടോ കാണുമ്പോൾ ആ ആളിനെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വരും. ഞാനിപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാണത്തക്ക എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആരും നോക്കിയിട്ട് ഞാൻ പോരും. കാരണം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ആ ഫോട്ടോ എനിക്ക് ആ ആളിനെ ഓർക്കുവാൻ സഹായിക്കുന്നു. അതിന് ഉള്ള ഒരു സഹായമായിട്ടാണ് ആ ഫോട്ടോയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ബോധ്യമാക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്ന ഉപാധിയാണ്. കൈ പിരിച്ചു വെക്കുന്നത്, ഇങ്ങനെ വെക്കുന്നതിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. അത് കുരിശിന്റെ ആകൃതിയാണ് ഇങ്ങനെ വെക്കുന്നത്, കുരിശിനെ കാണിക്കുവാൻ വേണ്ടിയാണ്. വണങ്ങുന്നില്ല, നമ്മ ആരാധിക്കരുതെന്നേ പറഞ്ഞു, വണങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല. ആരാധിക്കരുത് അല്ല, അല്ല, വണങ്ങുന്നത്. ഞാൻ ചോദിക്കാം, ദേശീയ പതാക നമ്മൾ കാണുന്നു, അതെന്തോ ഒരു തുണി, ഒരു ചീര, എന്തോ 3 നിറമുള്ള ഒരു തുണി, അതല്ലേ ഉള്ളൂ അത്. പക്ഷെ നമ്മളതിനെ കാണുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നാലും കാണുമ്പോൾ ഇല്ലേ പതാകയുടെ മുമ്പിൽ അനുകരിക്കും. അതിന്റെ ഒരു തുണിയല്ലേ, ആ തുണിയുടെ മുമ്പിൽ എന്താ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് ദ സിംബൽ ഓഫ് അവർ നാഷണാലിറ്റി. നമ്മുടെ ദേശീയതയുടെ ചിഹ്നമാണ്. റെസ്പെക്ട്. കുരിശ് നമ്മുടെ രക്ഷയുടെ ചിഹ്നമാണ്. അതിനേക്കാൾ വലിയൊരു ചിഹ്നം നമുക്കില്ല. കുരിശ് എല്ലാത്തിൻ്റെയും എംബോഡിമെന്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ കാണിക്കുവാൻ, ഉയർത്തിപ്പിടിക്കുവാൻ കുരിശല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുരിശ് മുമ്പിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് എപ്പോൾ പ്രാർത്ഥിക്കുന്നിടത്തും കുരിശും മെഴുകുതിരിയും വയ്ക്കുന്നത്. കുരിശില്ലാതെ ഒരു ശുശ്രൂഷ നടത്തുകയില്ല. അത് ക്രൈസ്റ്റിന്റെ സാന്നിധ്യം വരുന്നു. അവിടെ ഞങ്ങളുടെ രക്ഷയ്ക്കത്ത് ആത്മാവിന് രക്ഷയുണ്ടായി എന്ന് ശ്രീഭായെ ഞങ്ങൾ കുമ്പിടുന്നു. അത് ആ രക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് മുഖാന്തരമായി കുരിശിനെ നമ്മൾ വന്ദിക്കുന്നു, ആരാധിക്കുന്നില്ല. റെസ്പെക്ട്, നാലേ കാലായി. ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കേട്ടില്ല, അത് പറയാമോ? യോഹന്നാൻ സ്നാപകൻ എത്രാമത്തെ വയസ്സിലാണ് മരുഭൂമിയിൽ പോയത്? നമുക്ക് വേദപുസ്തകത്തിൽ അതിന് യാതൊരു തെളിവുമില്ല. യോഹന്നാൻ പരസ്യമായി യഹൂദജനത്തിന്റെ മുമ്പാകെ പ്രത്യക്ഷനാകുന്നത് വരെ മരുഭൂമിയിൽ ആയിരുന്നു എന്നാണ്. അതിനെപ്പറ്റിയുള്ള ഒരു വിശ്വാസം, അദ്ദേഹം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. സക്കറിയ പ്രായാധിക്യത്തിലല്ലേ ഈ മകന് ജനമുണ്ടായത്. 2 പേരും നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം അപ്പോഴദ്ദേഹം വളർന്നത് കുമ്രാൻ എന്ന് പറയുന്ന സന്യാസികളുടെ സമൂഹത്തിൽ, അതായത് ചാവുകളുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരുപറ്റം സന്യാസികൾ താമസിച്ചിരുന്നു. അവരുടെ കൂടെയാണ് യോഹന്നാൻ വളർന്നത്. അവരിൽ നിന്ന് പിന്നെ വേറിട്ട് പോയാണ് യോഹന്നാൻ തന്റെ പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നാണ് ഇന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മരുഭൂമിയിലായിരുന്നു വളർന്നു വന്നത്. ഈ കുമ്രാൻ സന്യാസി സമൂഹത്തെ അംഗമായിട്ട് ആയിരിക്കണം എന്നേ പറയാനുള്ളൂ.
മർബഹസാന്റെ നടുക്ക് നിങ്ങൾ നോക്കിയിട്ടുള്ള ഒരു രൂപമുണ്ട്. എന്താ? മാലാഖമാർ ദൈവത്തിന്റെ സന്നിധിയിൽ അനവരതം തന്നെ സ്തുതിക്കുന്നതിന്റെ പ്രതീകമാണ്. സിമ്പിൾ ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ഏഞ്ചലിക് ഹോസ്റ്റ്. തന്റെ സന്നിധിയിൽ അനവരതം നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തി പുകഴ്ത്തുന്ന മാലാഖമാരുടെ സാന്നിധ്യം ഇവിടെ ആരാധനയിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. റുഷ്മയുടെ അർത്ഥം എന്ത്? റുഷ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരയ്ക്കുക എന്ന വര. ഋഷാം ഋഷയും അത് വരയ്ക്കുന്ന റുഷ്മ. മുദ്ര എന്നും അർത്ഥമുണ്ട് റുഷ്മ. വിശുദ്ധ മാമോദീസായുടെ റുഷ്മയാൽ മുദ്ര കുത്തുക, വര. മാമോദീസായുടെ വരയ്ക്കുന്നില്ലേ നെറ്റിക്ക്, അതാണ് റുഷ്മ കുത്തുക. റുഷ്മ എന്നിട്ട് വരയ്ക്കുക. റുഷ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന കുരിശിന്റെ അടയാളം നിങ്ങൾ വരയ്ക്കുന്ന അതാണ് റുഷ്മ. അടുത്തത് പിന്നത്തെ ചോദ്യം മാമോദീസ നമ്മുടെ സഭയിൽ കുട്ടികളുടെ ശിരസിൽ മുഴുവൻ കുളിപ്പിക്കും. എന്നാൽ CSI അത് CSI മാത്രമല്ല, കത്തോലിക്കലിലും ഉടുപ്പ് പോലും മാറ്റുകയില്ല. ഞാൻ പറയും അവരുടെ മാമോദീസ അപൂർണമാണെന്ന് തന്നെ ഞാൻ പറയും. തലയിച്ച വെള്ളം ഒരു തടിക്ക് മാത്രമേ ഉള്ളു ചെയ്യുന്നത് കത്തോലിക്കരുടെ. അവരുടെ മാമോദീസ തൊട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും, ഒരു ചിരട്ടയുടെ അത്ര വലിപ്പമേ ഉള്ളൂ. അവിടെ വലിപ്പം ഇങ്ങനെ വെച്ചു തടിക്കുന്നല്ല, ഉടുപ്പ് പോലും മാറ്റിയിട്ടല്ല ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന പ്രതീതി വരുവാൻ തക്കവണ്ണം 4 വശത്തു നിന്നും ആ പ്രവാഹം, ജലപ്രവാഹം ആ കുഞ്ഞിന്റെ മേൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 4 വശത്തു നിന്നും വെള്ളം കുഞ്ഞിന്റെ ശിരസിന്മേൽ ഒഴിച്ച് ആ കുഞ്ഞിനെ മുഴുവനായും അത് സ്നാനപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് മാമോദീസ എന്നുള്ള വാക്കിന് മുഴുകൽ എന്നും അർത്ഥമുണ്ട്, സ്നാനം എന്നും അർത്ഥമുണ്ട്. ഇത് രണ്ടും നമ്മുടെ ആ ക്രമത്തിൽ ശുശ്രൂഷയിൽ അനുഷ്ഠാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഓർക്കുവാനായിട്ട് ഉള്ളത്. നാം പശ്ചാത്താപത്തോടുകൂടി നേരിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ നമുക്ക് പാപം മോചിച്ച് കിട്ടല്ലേ? പാപമോചനം നമുക്ക് കിട്ടണമെങ്കിൽ പട്ടക്കാരനെയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ് പാപം മോചിക്കുവാനുള്ള അധികാരം കർത്താവായ യേശുമിശിഹ ശ്രീഹന്മാർക്ക് നൽകി. ശ്രീഹന്മാരുടെ പട്ടക്കാർ ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ളത് കൊണ്ട് പാപമോചനം നമുക്ക് ലഭിക്കുന്നതിന് പട്ടക്കാരനോട് ദൈവത്തിന്റെ സന്നിധിയിൽ പട്ടക്കാരനോടായി നാം ഏറ്റു പറയുന്നത് ആവശ്യമാണ്. 1. 2, ഞാൻ മുമ്പേ പറഞ്ഞതാ, നമുക്ക് ചില കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അത് ഇന്നതൊക്കെ നിനക്ക് മോനെ നീ ഇന്നതൊക്കെ ചെയ്യണം, നിന്റെ ജീവിതത്തിൽ ഇന്ന കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുവാൻ ആവശ്യമുണ്ട്. അതും നമുക്ക് കുമ്പസാരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പട്ടക്കാരനോട് നാം ഏറ്റു പറയണം. ദിവസം തോറും ചെന്ന് അച്ഛനോട് ഏറ്റു പറയാൻ, ഇന്ന് വൈകിട്ട് എനിക്ക് ദൈവത്തോട് ഏറ്റു പറയാൻ കാണും പലരും. ഇന്ന് ഞാൻ ചെയ്യുന്നത് പലരും ചെയ്തില്ലെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പറയേണ്ടതാത്ത വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ. ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള വാക്ക് ഈവനിങ് റിവ്യൂ എന്ന് പറയും. എന്താ വാക്ക്? ഈവനിങ് റിവ്യൂ. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിഞ്ഞു നോട്ടം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് യു ഷുഡ് ഹാവ് ആൻ ഈവനിങ് റിവ്യൂ. എന്നും കിടക്കുന്നതിന് മുമ്പ് ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം. എന്തോ തിരിഞ്ഞു നോട്ടം നടത്തുന്നത്? രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇന്ന് ഞാൻ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മുഴുവനായിട്ട് ജസ്റ്റ് റിവ്യൂ ഓഫ് ദ ഹോൾ ഡേ. ദിവസത്തെ മുഴുവൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ എന്ത് നല്ല സന്തോഷമായിരുന്നു, ഇന്ന് നല്ല മാർക്ക് എനിക്ക് കിട്ടി, ഇന്ന് എനിക്ക് മറ്റു പല സന്തോഷം കിട്ടി, ദൈവത്തിന് സ്തോത്രം. അതുപോലെ ചിലത് ഞാൻ തെറ്റിപ്പോയി, അയ്യോ ഞാൻ അവനോട് വഴക്കിട്ടു,
ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ വേണ്ടാത്ത കുണ്ടാമടിയൊക്കെ ഒപ്പിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ലഭിച്ച നന്മകൾക്ക് സ്തോത്രവും പറ്റിയ പരാജയങ്ങൾക്ക് ദൈവത്തോട് മാപ്പും അപേക്ഷിച്ചുകൊണ്ട് ഒരു ഡെയിലി ഈവനിങ് റിവ്യൂ നടത്താം എങ്കിൽ അത് ദൈവത്തോട് നേരിട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന താഴെ വീഴുമ്പോൾ പട്ടക്കാരൻ അത് കൈകൊണ്ട് എടുക്കാതെ നാവ് കൊണ്ട് എടുക്കുന്നത്? അത് നാവ് കൊണ്ട് എടുക്കുന്നവരുണ്ട്, കൈ കൊണ്ട് എടുക്കുന്നവരുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആ കുർബാനയോടുള്ള വണക്കവും ബഹുവും കർത്താവിനോടുള്ള ആ ഒരു ആദരവിൻ്റെ പാരമ്യത എങ്ങനെയാകാം, കർത്താവിനോട് നമുക്ക് എങ്ങനെ ആ ആദരവ് വെളിപ്പെടുത്താം? നമ്മുടെ കയ്യിൽ നിന്ന് വച്ചിപ്പോയ ഒരു തെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ആ നോട്ടങ്ങളോട് അതിനോടുള്ള ദുഃഖവും പശ്ചാത്തലം, അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് കുർബാന താഴെ പോകുമ്പോൾ അവർക്ക് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നത് വലിയ ദുഃഖമാണ് അച്ഛന്മാർക്കും എത്താച്ചന്മാർക്കും ഒക്കെ. പക്ഷേ ചിലപ്പോഴൊക്കെ വരാം, ചില വരുന്ന ആളുകളുടെ അശ്രദ്ധ കൊണ്ടും വരാം, അവർ കാണിക്കുന്ന അവർ പെട്ടെന്ന് വാങ്ങിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ വരാം. അങ്ങനെ വരുമ്പോൾ പലരും ഞാൻ കൈകൊണ്ട് തന്നെയാണ് അത് എടുക്കാറുണ്ട്, ഞാൻ നാക്കുകൊണ്ട് എടുക്കാറില്ല, നാക്കുകൊണ്ട് എടുക്കണമെന്ന് ഞാൻ ഇവിടെ അടിക്കുകയുമില്ല, അതിൻ്റെ ആവശ്യമുണ്ട്, എനിക്കൊരു വിചാരവുമില്ല. അത് വളരെ പിന്നെ അവിടെ നന്നായിട്ട് തുടച്ച് അവിടെ ആരും കാലം കൊണ്ട് ചവിട്ടാതെ മുമ്പായിട്ടെല്ലാം വൃത്തിയാക്കി അത് താഴെ വീണ ആ ഭാഗം നമ്മൾ പ്രത്യേക കരുതലോടുകൂടി വെടിപ്പാക്കണം എന്നും ഉള്ളതല്ലാതെ മറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം 1-ാം ദിവസം സമാപിച്ചിരിക്കുന്നു. നമുക്കിവിടെ നിർത്താം. നിങ്ങൾക്ക് ഇത്രയും ജിജ്ഞാസുക്കളായി, ഇത്രയും പഠിക്കുവാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളായി നിങ്ങളെ കണ്ടതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. എൻ്റെ ഡ്രൈവർ വന്നിരിക്കുക, പോകാൻ സമയമായി എന്ന് കാണിച്ചുകൊണ്ട് 4 മണിക്ക് പോകാൻ ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷെ 4:30 നിങ്ങൾ ചായ പോലും കുടിച്ചില്ല, ഒരു സ്ഥാനത്തോടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ യു.